കൊല്ലത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ തീരദേശ മേഖലയിൽ കേന്ദ്ര സംഘം എത്തി. കേന്ദ്ര ഫിഷറീസ് വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്കെത്തിയത്. കള്ളക്കടൽ പ്രതിഭാസത്തിൽ കൊല്ലത്ത് വെടിക്കുന്ന് മുതൽ മുണ്ടക്കൽ വരെ നിരവധി വീടുകളാണ് കടലെടുത്തത്. വിഷയത്തിൽ അധികൃതർ ഇടപെടുന്നില്ല എന്നാരോപിച്ച് റോഡ് ഉപരോധമടക്കമുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി തീരദേശവാസികൾ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര ഫിഷറീസ് സംഘം പ്രശ്നബാധിത മേഖലയിൽ പരിശോധനയ്ക്കെത്തിയത്. സംഘത്തോടൊപ്പം NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാറും ഉണ്ടായിരുന്നു. ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ സോണൽ ഡയറക്ടർ സിജോ P വർഗീസ്, ഫിഷറീസ് സയന്റിസ്റ്റ് സോളി സോളമൻ, എഞ്ചിനീയറിംഗ് സൂപ്രണ്ട് ജോഷ് അശോകൻ എന്നിവരടങ്ങുന്ന 3-അംഗ സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. കടലേറ്റം രൂക്ഷമായ മുണ്ടക്കൽ, വെടിക്കുന്ന് പ്രദേശങ്ങൾ സന്ദർശിച്ച സംഘം വീട് നഷ്ടപ്പെട്ടവരുൾപ്പെടെയുള്ള പ്രദേശവാസികളോട് വിശദമായ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. കഴിഞ്ഞ ദിവസം ഇവിടം സന്ദർശിച്ച കൃഷ്ണകുമാർ കേന്ദ്ര ഫിഷറീസ് മന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെട്ട് തീരദേശവാസികളുടെ ദുരിതാവസ്ഥ ബോധ്യപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പരിശോധനാ സംഘം എത്തിയത്. ഇന്നിപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നു. കേന്ദ്രത്തിൽ ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാർ ഇരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ സമയമാണ്. അതുകൊണ്ട് മന്ത്രി നേരിട്ട് വന്ന് വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കേന്ദ്ര ഫിഷറീസ് സംഘത്തെ ഇന്നിവിടെ അയച്ചിരിക്കുന്നു. അവർ വന്ന് ഈ പ്രദേശം മുഴുവൻ കണ്ടിരിക്കുന്നു. ഇനി അവർ റിപ്പോർട്ട് കൊടുക്കും. ഉടനെ 2 ദിവസത്തിനുള്ള നടപടി നല്ല പറഞ്ഞു വരുന്നത്. ശക്തമായ ഒരു പരിഹാര മാർഗത്തിന് വഴി തേടാനുള്ളതാണ്. കാരണം ഒരു ജൂൺ മാസം കഴിയുമ്പോഴത്തേക്ക് സർക്കാർ പുതിയതായിട്ട് വരും. വന്നു കഴിയുമ്പോൾ ഈ റിപ്പോർട്ട് ടേബിൾ ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി വിശദമായിട്ട് വീണ്ടും ഒരു സംഘത്തെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ശാശ്വതമായ പരിഹാരത്തിന് നടപടി എടുക്കുന്നതിൻ്റെ തുടക്കമായിട്ടാണ് ഇന്നിപ്പോൾ ഈ ഫിഷറീസ് സംഘം ഇവിടെ വന്നിരിക്കുന്നത്. ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്ന റിപ്പോർട്ട് കേന്ദ്ര ഫിഷറീസ് വകുപ്പിന് സമർപ്പിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.